അപ്പം രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയേക്കേട്ടാ. ഞാൻ രാവിലെയാണ്, ഇത് രാത്രിയല്ല കേട്ടാ. നേരം വെളുത്തു വന്നോളൂ, 4 മണിയൊക്കെ ആവുള്ളൂ. വന്നേക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത്തിരി മീൻ പിടിക്കാനുണ്ട്. മീനൊക്കെ ഒരുവിധം കുറച്ച് ആയിട്ടുണ്ട്. എവിടെ അപ്പൊ എല്ലാവരെയൊക്കെ കണ്ടിട്ട് കുറെ നാളെ വെളുപ്പാൻ കാലത്ത് അൻഷേട്ടൻ്റെ കൂടെ ഇറങ്ങിയേക്കാണ്. നമ്മുടെ മീൻകൂട്ടില് മീനിന്റെ 2 കൂട്ടില് ഒരു കൂട്ടില് മീൻ ഒരു വിധമൊക്കെ വലുതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് മീൻ ഇന്ന് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ അൻഷേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ കൂടെ വേറെ ആരും ഇല്ല സഹായത്തിന്. അപ്പൊ കൂടെ ഒരു സഹായിയായിട്ട് ഇറങ്ങിയേക്കേണ്ട ഞാൻ. നമ്മളെ മക്കളെ വളർത്തിയെടുക്കണ പോലെ ഇങ്ങനെ നോക്കി ഒരു കൊല്ലത്തോളായി കുഞ്ഞുങ്ങളുടെ പുറകെ കൂടെയൊക്കെ കിടന്ന്. അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ അതിജീവിച്ച് ഇതിറ്റങ്ങളെയൊക്കെ നോക്കി ഈ ഒരു ഭാഗമാക്കി എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ എഫർട്ട് ഭയങ്കര വലിയ ഒരു എഫർട്ട് തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ് നമ്മൾക്ക് ഈ ഒരു ഹാർവെസ്റ്റിങ് എടുക്കുന്ന സമയം. ഒരുവിധം കുഴപ്പമൊന്നും ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം മീനിട്ട് കഴിഞ്ഞപ്പോൾ വലിയ സേഫായിട്ടൊക്കെ മീൻ കുറേയൊക്കെ കിട്ടി. ഇപ്പോൾ ഒരു 40 കിലോ ഒരു ഓർഡർ വന്നു കഴിഞ്ഞപ്പം മീനിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുകയും ചെയ്യുക. അപ്പോൾ കൂട്ട് നമ്മൾ അനക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് കൂട്ടിൽ നിന്ന് ഇപ്പോൾ മീൻ എടുക്കുന്നത്. നേരമൊക്കെ വെളുത്തു തുടങ്ങണുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ 4 മണി 6 മണി എന്നൊക്കെ പറഞ്ഞ സമയം തന്നെ കാണുന്നത്. സാധാരണ എഴുന്നേൽക്കുമ്പോൾ ഒരു 6:45 ആകുമ്പോഴാണ് ഞാൻ എണീക്കണത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഒന്നും ഇത്ര ഇരുട്ടാണെന്നൊക്കെ ഒന്നും ഞാൻ ഇപ്പോഴാണ് അറിയണത്. രാവിലെ വന്ന് നിന്നിട്ട് നിറയെ കിളികളുടെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. കുറേ ആളുകളൊക്കെ വഞ്ചിയിൽ ഇങ്ങനെ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. അപ്പം ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം. ഒട്ടും വെട്ടമില്ല ഈ 4 മണി നേരത്തൊക്കെ വരുമ്പോൾ. അപ്പോൾ ടോർച്ചൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പം മീൻ കൂടെ എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബക്കറ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ മീൻ ചാടി പുഴയിലോട്ടൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളവിടെ മീൻ ചാടി പോകാണ്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഒരാൾ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നേക്കണേ കേട്ടോ. എന്നിട്ട് മീൻ കോരി എടുക്കണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പുറത്തെ കൂട്ടിലൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഓരോ കൂടുകൾ പൊക്കി വെച്ചേക്കണ കാണുന്നത്. നല്ല അത്യാവശ്യം ഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഈ ഒരു വലയിൽ ഇങ്ങനെ കോരി ഇങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ്. ഇതൊക്കെ കോരി നമ്മൾ ബോക്സിലാക്കിയിട്ട് ഓരോ തൂക്കം പിടിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം മീനൊക്കെ പിടിച്ച് തൂക്കമൊക്കെ ആയിട്ടുണ്ട്. അനുശേഷന്റെ സന്തോഷം നോക്കിയാൽ മുഖത്ത് 1000 പൂഞ്ചിരി വിടർന്ന പോലെ ഇങ്ങനെ നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാള് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയത്, ഭയങ്കര സന്തോഷമാണ്. വെച്ചിട്ട് മുഖത്ത് കണ്ടാലറിയാം ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന ആള്. നേരമൊക്കെ വെളുത്തു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-6:30 മണിയാവണം. 4 മണിക്ക് ഇറങ്ങിയതാണ് ഞാൻ അനുശേഷം. മീൻ എനിക്കൊന്ന് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം എടുത്തൊന്ന് തൂക്കം നോക്കാനും പിടിക്കാനും ഒന്ന് അനുസരിച്ച് കൈ തന്നിട്ട്. അപ്പോൾ ഒരെണ്ണം സാധാരണ ഈ പുഴമീനൊക്കെ കൈ പിടിക്കുമ്പോൾ ഒരു വഴുകലുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതിപ്പോവും. അപ്പം അനുസേട്ടൻ എന്നോട് പറഞ്ഞ് ചെകളുടെ ആ ഒരു ഉള്ളിൽ ചെകള തുറന്നിട്ട് കൈ ഇട്ടിട്ട് അങ്ങനെ കുളത്തി പിടിക്കണം. അപ്പം കറക്റ്റ് വെയിറ്റും കാര്യങ്ങളും തൂക്കമൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമെന്ന്. അപ്പം ഞാനെനിക്ക് അതേപോലെയൊക്കെ കയ്യിൽ എടുത്തന്നപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കിയേട്ടാ. അപ്പോൾ ഒരു 10 കിലോ കൂടി മീൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അനുസേട്ടൻ മീൻ പിടിക്കാൻ നടക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും കേട്ടോ. നല്ല കൈവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ വൈകിട്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അതൊക്കെ ഇപ്പോൾ ഒരു ശീലം ഇങ്ങനെ ആയി. കുറേ നാളുകളായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത് നമുക്കതൊക്കെ ശീലം. കുറേ നാളത്തെ ഒരു കൂട്ടീന് ഇങ്ങനെ മോചനം കിട്ടിയതിൻ്റെ സന്തോഷമാണ്, സന്തോഷ പ്രകടനങ്ങൾ. പാവം കറിച്ചട്ടിലോട്ട് പോകണമെന്ന് ആ മീൻ അറിയണില്ലല്ലോ. തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് മീൻ മൊത്തം. പണ്ടൊരു മീനൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് എങ്ങനെ പിടിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇപ്പം മീൻ പിടിക്കണതിൻ്റെ ടെക്നിക്ക് എങ്ങനെയെന്ന് മനസ്സിലായി. ഇതിൻ്റെ ചെകിള ഭാഗത്ത് കണ്ട, ചെകിള ഭാഗത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ട മീൻ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ മീൻ പിടിക്കാനാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. മീനൊക്കെ പിടിച്ച് തൂക്കമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തൂക്കമൊക്കെ ആയിട്ട് ഇനിയിപ്പം നമ്മൾ കൊണ്ടുപോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കണം. തലയിൽ മേത്തൊക്കെ അത്യാവശ്യം ചെതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുതണം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ഈ വക കാര്യങ്ങളൊക്കെ. അനുചേട്ടൻ്റെ പുറകെ കൂടി ഇങ്ങനെ നടക്കണ ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഇനി എനിക്ക് എൻ്റെ പണികൾക്കും കാര്യങ്ങൾക്കും വേണ്ടി പോകണം.
ഇനി ഈ പണി കഴിഞ്ഞിട്ട് വേണം എൻ്റെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനൊക്കെ കയറ്റിപ്പോയിട്ടോ, മീനൊക്കെ കയറ്റിപ്പോയി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. തേച്ചൊറിച്ച് ഒന്ന് കുളിക്കണം, നനയ്ക്കണം, എന്നിട്ട് വേണം നമുക്ക് ജോലിക്ക് വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ വേറൊരു വിശേഷവും കൂടി ഉണ്ട്. ഞാനത് പതിയെ വീട്ടിലോട്ടൊക്കെ പോയിട്ട് നമുക്ക് പോണ വഴിയേ പറയാം കേട്ടോ. വേറൊരു സസ്പെൻസും വേറൊരു സർപ്രൈസും അതൊക്കെ ഉണ്ട്. പറയാം, പോണ വഴിയേ പറയാം. കുറച്ച് ദിവസമായിട്ടൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വീഡിയോസൊക്കെ ചെയ്യാണ്ട് ആ ക്യാമറയുടെ മുമ്പിൽ നിന്നൊന്ന് മാറി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്യാമറയുടെ മുമ്പിലോട്ട് വരാൻ ഭയങ്കര നാണമൊക്കെയാണ്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, നേരെ ക്യാമറയിലോട്ട് നോക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ വേറെ സ്ഥലത്തോട്ടൊക്കെ നോക്കിക്കണുണ്ടോ, നാണം വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, വോയിസ് കൊടുക്കാൻ പറ്റണില്ല, വോയിസ് ഓരോ കൊടുക്കാമെന്ന് ഓർത്തിട്ടൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ആ ഒരു ട്രാക്കിലോട്ട് വീണ്ടും കയറിയിട്ടുണ്ട്. ആ ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ പോയിക്കോളും. അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 7 മണി 7:30 മണിയൊക്കെ ആവണുണ്ട്. ഇനി എനിക്ക് ഒരു 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം നമ്മളുടെ ജോലിക്ക്. അപ്പോൾ ഇപ്പം രാവിലെ ചേട്ടൻ്റെ കൂടെയൊക്കെ ഒന്ന് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, ആൾ മീൻ പിടിക്കാൻ ഇറങ്ങണ നേരത്ത് നമുക്ക് ബക്കറ്റ് എടുത്ത് കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാനും വെട്ടടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ തന്നെ ചേട്ടൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട്. ഓക്കേ. കാലത്ത് തന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ആലോചന. ആലോചിച്ച് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരുന്നത് നമ്മളുടെ പൂട്ടുകുടത്തിലാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പൂട്ടുണ്ടാക്കാമെന്ന് തീരുമാനിക്കും. ഇന്നലെയും പൂട്ടായിരുന്നു, മിനിഞ്ഞാന്നേയും പൂട്ടായിരുന്നു. ഇന്നും പൂട്ടുണ്ടാക്കിയാൽ മിക്കവാറും എന്നെ തല്ലിക്കൊല്ലും പിള്ളേർ. പിന്നെ ഞാൻ അവരെഴുന്നേക്കണതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് ജോലിക്ക് പോകണ കാരണം പിള്ളേരെന്നെ കാണാനായിട്ട് സാഹചര്യമില്ല. അപ്പോൾ കിട്ടിയത് എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് പിള്ളേർ പൂട്ട് തിന്നോളും. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാം. ഇന്നലത്തെ ഇത്തിരി പുട്ടുപൊടി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പുട്ടുപൊടി നനച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഉള്ള പരിപാടിയായി. ഇത്തിരി പഴവും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ചോറ് വെക്കണം. കറിക്കൊന്നുമില്ല. അഞ്ചേട്ടൻ ഒരു മീനും കൊണ്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അഞ്ചേട്ടനും പോയി. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരു കറിക്കൊക്കെ വാങ്ങിച്ച് വെച്ചോളാന്ന് പറഞ്ഞു. എനിക്ക് വല്ല മുട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തോട്ട് പോയിക്കോന്നും പറഞ്ഞുകൊണ്ട് അഞ്ചേട്ടൻ പോയേക്കാം. അപ്പോൾ കുക്കറിൽ ചോറിനുള്ള വെള്ളമൊക്കെ കയറ്റിയിട്ടുണ്ട്. 7 മണി ആവണുള്ളൂ. ഒരു 7:15 ഒക്കെ ആകുമ്പോഴേ ഗ്യാസിൻ്റെ അടപ്പ് കത്തിക്കോളൂ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരത്തെ തന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചോറ് ചീത്താവൂലേ. അപ്പോൾ ഞാൻ അത്ര ടൈം കുറച്ച് നമുക്ക് ഒരു കണക്കുണ്ട് എനിക്ക്. അപ്പോൾ 7:15 വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 8:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ചോറൊക്കെ പാകമായി റെഡിയായി ഗ്യാസിൻ്റെ ആ വിസിലൊക്കെ പോയി നമുക്ക് ഊറ്റണ പാകമാവും. അപ്പോൾ നമ്മൾക്ക് ഒരു 7:15 വരെ സമയമുണ്ട്. ഇന്ന് രാവിലെ തന്നെ എണീറ്റാറണം. നല്ല സമയമുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനും. അലക്കലൊക്കെ ഞാൻ രാത്രിയെ തന്നെ കഴിച്ചു വെക്കും. അലക്കി ബക്കറ്റിലൊക്കെ തുണി ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് ബക്കറ്റിലെടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ തുണി വിരിച്ചിടും. അപ്പോൾ അലക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടില്ല. വേഗം നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് വിരിച്ചിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ രാവിലെ. പിന്നെ മുറ്റടിക്കലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നേരം വെട്ടം വെളുത്ത് വെക്കുമ്പോഴാണ് മുറ്റമൊക്കെ അടിച്ചിടേണ്ടത്. പക്ഷേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലത്തെ പണിയൊക്കെ ഒതുക്കി കഴിയുമ്പോൾ പതുക്കെ മുറ്റത്ത് ഇങ്ങനെ നടന്ന് ഞാൻ മുറ്റമൊക്കെ അടിച്ചിടും പറ്റണ പോലെ. അതാകുമ്പോൾ വലിയ വെയിലും കാര്യങ്ങളുണ്ടാവില്ല, നല്ല സുഖമായിട്ട് നിന്ന് മുറ്റമൊക്കെ അടിച്ചിടും. അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ മുറ്റം നല്ല ക്ലീനായിട്ട് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള മഞ്ഞ പണികൾ. അതൊക്കെ ഞാൻ രാത്രി കഴിഞ്ഞാൽ കഴിച്ച് വെക്കണം. എന്നാൽ ഇനിയിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. വേറൊരു വലിയൊരു വിശേഷവും കൂടി ഉണ്ട് കേട്ടോ. അത് ഇനി വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഞാനത് വേറൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഞാനത് പറയാൻ പോവുകയാണ്. എന്താ കാര്യം എന്താണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറേ നാളത്തെ ആയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ദിവസം എവിടെ പോയി, ഇത്ര ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ പറയാം. ഒരു കുഞ്ഞു വിശേഷമുണ്ട്.
ഞാനിത് ഇങ്ങനെ പറയാന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി പോയി. എന്തായാലും ഇന്ന് ഇപ്പോൾ പറയാമെന്ന് ഞാൻ ഓർക്കണം. എന്തായാലും ചോറും കറിയൊക്കെ വെക്കട്ടെ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ സമയം പോകും. ഇന്നലെ തലേന്ന് തന്നെ കുറേ തുണികളൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് കൂടി അലക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഇടിവെട്ടും മഴയൊക്കെ വന്നിട്ടുണ്ടപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് കൂരിയിട്ട് അത് രാവിലെ ഇട്ട് അടിച്ചെടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ കുറച്ച് തുണി കിടപ്പുണ്ട്, അതിൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറക്കി പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇനിയിപ്പോൾ തുണിയൊക്കെ ഇരിക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് വെക്കണം. കഞ്ഞിക്കടപ്പത്ത് കുക്കറിൽ കയറ്റിയിട്ടുണ്ട്, അതും കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് എല്ലാം ആവണ സമയം കൊണ്ട് നമ്മൾക്ക് പൂട്ട് നനച്ച് പൂട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി അതെടുക്കണം. ഒരു 5 മിനിറ്റ് ഇരിക്കണ്ടായിരുന്നു. അത് നമ്മൾ പൊൻകതറിൻ്റെ പൂട്ടൊടിയാണ് എടുക്കണത്. ഒരു ഗ്ലാസ് പൂട്ടൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ആഹാ, എന്തൊരു സുഖം, എന്തൊരു സുഖമാണ് ഇത്. ഇത് പൊട്ടന്മാരിക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പൂട്ടൊടിയാണ്. ഇതെന്താ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു കറി പോലും ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ തിന്നാൻ പറ്റണ ഒരു പുട്ടുപൊടിയാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊൻകതറിൻ്റെ പുട്ടുപൊടിയൊക്കെ നനച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്ന് സെറ്റാകുമ്പോഴേക്കും നമ്മൾക്ക് പോയി തുണി വിരിക്കാം. നമുക്ക് സമയം ഒട്ടും കളയാനില്ല, ഇഷ്ടംപോലെ നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ വേഗം പോയിക്കൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ട് തുണിയൊക്കെ വിരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പുട്ടുപൊടിയൊക്കെ സെറ്റാവും. നമ്മൾ കുക്കറിൽ വെച്ചേക്കണ വെള്ളം തിളച്ച് അതും സെറ്റാവും. കുടിക്കാൻ വെച്ചേക്കണ വെള്ളം അതും തിളക്കും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ടൊക്കെ വേഗം പോയിക്കൊണ്ട് അടുത്ത ട്രിപ്പും കൂടി തുണി വിരിക്കാം കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഞാൻ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കണം. ഒരു 3-4 ട്രിപ്പ് ഞാൻ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടി വിരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തുണി അലക്കൽ കഴിഞ്ഞു. ഒരു 2 ദിവസം കൂടുമ്പോഴാണ് അലക്കണത്, അതുകൊണ്ടാണ് കുറച്ച് തുണി കൂടുതൽ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡെയിലി മാറി മാറി കൂട്ടി അതും ഇടും. അപ്പോൾ നമ്മൾ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴേക്കും നമ്മളുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളക്കാനുണ്ട്. ഇനിയിപ്പോൾ അരി കഴുകി വേഗം നമുക്ക് അടപ്പത്ത് അരിയിടണം. അപ്പോഴേക്കും നമ്മളുടെ കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അതൊക്കെ വേഗം ഓഫ് ചെയ്ത് അതിട്ട് അപ്പോഴേക്കും കറിക്കൊന്നുമില്ലാന്നും പറഞ്ഞുകൊണ്ട് പോയ ആളിതേ കറിക്കും കൊണ്ട് വന്നിട്ടാ 2 പടവലങ്ങയും പരിപ്പും. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പടവലങ്ങയും പരിപ്പൊക്കെ അരച്ചറി വെക്കണത്. എനിക്കാണെങ്കിൽ സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഒരു ഇത്തിരി പരിപ്പ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട്, പരിപ്പെങ്കിൽ പരിപ്പെന്ന് ഓർത്ത് വെള്ളത്തിലിട്ട് കുക്കറിൽ അരിയും വാരിയിട്ട് ഇതൊക്കെ അടച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ ഓടിപ്പോയിക്കൊണ്ട് ഇനിയിപ്പോൾ പടവലങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി ഇതരിഞ്ഞ് ഇതൊക്കെ എടുക്കണം. തേങ്ങ ചിരണ്ടി എടുക്കണം അരപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൂട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂട്ടുപൊടിയൊക്കെ നനഞ്ഞതൊക്കെ വേറെ കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നില്ല, അതിനകത്തും കൂടി കൂട്ടിയിട്ടിട്ട് വേഗം അത് അടപ്പത്ത് കയറ്റണ്ടാവും. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമ്മൾക്ക് വേഗം പടവലം കരിഞ്ഞെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടാ. എനിക്കറിയാം എന്താ ധരിച്ചേക്കണേന്ന്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറയാൻ വേറെ ഒന്നല്ല, കാരണം നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന നേരത്തെ വീഡിയോയിലൊക്കെ വീഡിയോ ഒക്കെ കണ്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഓർക്കണുണ്ടാവും വയറ് കാണുമ്പോൾ സുഖമില്ലാണ്ടിരിക്കണമെന്ന്. കുറേ പേരൊക്കെ എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി സുഖമില്ലാണ്ടിരിക്കണമെന്ന്. ജന്മന അല്ല, ഈ ഒരു കുറച്ച് നാളുകൾക്കായിട്ട് വന്നൊരു വയറാണ്. എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായിരിക്കുന്ന ഒരു സമയത്തൊക്കെ വന്ന വയറാണ്. ഇതിപ്പോൾ തിരിച്ച് മാറ്റിയെടുക്കാൻ നോക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല. അപ്പം പിന്നെ ഞാൻ എൻ്റെ വയറിനെ അംഗീകരിക്കാൻ തുടങ്ങി. പിന്നെ ആളുകൾ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആളുകളോട് മറുപടി പറഞ്ഞ് തോറ്റി. ഇതൊരു പ്രഖ്യാപനമായിട്ട് എല്ലാവരും കാണണം. ഇനി ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ പേരിൽ ഇനി ആ ഒരു ചോദ്യം ഒഴിവാക്കണമായിരിക്കും ഏറെക്കുറെ എല്ലാവർക്കും നല്ലത്. ഞാൻ ആളുകളോട് മറുപടി പറഞ്ഞ് തോറ്റ്. എവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിക്കണം, പ്രഗ്നൻ്റ് ആണല്ലേ, ബസ്സിൽ കയറി കഴിയുമ്പോൾ നമുക്ക് സീറ്റ് വരെ കിട്ടും. പിന്നെ ചില നേരങ്ങളിൽ ഞാൻ ഓർക്കും, ഈ ഒരു വയറ് നമുക്കൊരു ഉപകാരവുമാണെന്ന് ഞാൻ ചില നേരങ്ങളിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഓർക്കാറുണ്ട്. അപ്പം ഗർഭിണിയൊന്നും അല്ല കേട്ടോ, സന്തോഷ വാർത്ത എന്ന് ഉദ്ദേശിച്ചത് അതല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ലാസ്റ്റ് വരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ സന്തോഷ വാർത്ത എന്താണെന്ന് കാണാം. ഞാൻ പോയി തേങ്ങാരപ്പൊക്കെ ഭക്ഷണം പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ തേങ്ങാരപ്പലും കാര്യങ്ങളും നടക്കും. അപ്പോൾ വേഗം തേങ്ങാരപ്പൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം. കുളിച്ചിട്ടില്ല, ഞാൻ നേരെ വന്ന് അടുക്കളയിൽ കയറി അടുക്കള പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ ഓർത്ത് എന്തായാലും വെട്ടി വേർക്കും. അപ്പോൾ പിന്നെ വീണ്ടും കുളിക്കണ്ടേ. അപ്പോൾ പിന്നെ ഈ പണിയൊക്കെ അങ്ങോട്ട് കഴിച്ച് വെച്ച് എല്ലാം കഴിഞ്ഞ് തീർത്ത് നമുക്ക് അകത്ത് പോയിട്ട് കുളിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പണികളൊക്കെ നിൽക്കേണ്ട. അപ്പം നമ്മുടെ പരിപ്പും പടവലങ്ങ പറഞ്ഞ നേരം കൊണ്ട് വേവിച്ച് എല്ലാം കഴിഞ്ഞ് അരപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കുളി നേരായിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണം.
അപ്പോൾ ഇത്ര നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള നല്ല കോലത്തിലാണ്. ഇനിയിപ്പോൾ അടിച്ച് ഒന്ന് തുടച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറി പോയി കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ കലാപരിപാടികളൊക്കെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ്. അപ്പം നമ്മൾക്കിനി കുളിച്ചിട്ട് വരാം. കാലത്തെ പോയതല്ലേ, 4 മണിയായപ്പോൾ പോയതല്ലേ. പല്ല് തേക്കാണ്ടാണോ നിന്ന് അപ്പം പാചകവും പണിയും കാര്യങ്ങളെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? അതെ, ഞാൻ പല്ല് തേക്കാണ്ട് നിന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത്. വായൊക്കെ കഴിയിട്ടാണ് രണ്ടാമത്തെ കയറിയത്. അപ്പം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. ഇല്ലട്ടാ, ഞാൻ രാവിലെ ഒന്ന് പല്ല് തേച്ച് വീണ്ടും പോണേന് മുന്നേ നേരത്തെ എഴുന്നേറ്റതല്ല. അപ്പോൾ ഒന്നുകൂടി പല്ലേക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ബ്രഷ് പേസ്റ്റൊക്കെ എടുത്തത്. അപ്പം നമ്മൾ പോയി കുളിച്ച് റെഡിയായി മാറി വരാം. അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. കറിയൊക്കെ വെന്ത് കിടപ്പുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക, താളിക്കുക, അതിനകത്തൊട്ടിടുക കഴിഞ്ഞ്. കൂട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ അത് പാല് വാങ്ങിച്ചിട്ട് വേണം, അവർ തിളപ്പിച്ചോളും. അപ്പം ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വരാട്ടോ. ഇന്നലത്തെ ഒരു ഇടിവെട്ട് ഒരു മിന്നൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൻ്റെ ഉള്ളിൽ രണ്ടും കൂടി ചേക്കേറിയതാണ്. അടിയിൽ ബെഡ്റൂട്ടിട്ട് രണ്ടും ഞങ്ങളുടെ മുറിയിലാണ്ട് കിടക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് കൈസ് കണ്ട കറക്റ്റ് 8:30 മണി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ കറക്റ്റ് 8:30 ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റി വെക്കണം, കറി വെക്കണം. കറിയൊക്കെ വെക്കാം. ചോറൊക്കെ വെന്ത് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു തുളയുള്ള ഒരു ഊറ്റപ്പാത്രം ഉണ്ട്. അപ്പോൾ ആ പാത്രം ഉള്ളതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചോറ് കോരി ഞാൻ ആ ഊറ്റപ്പാത്രത്തിലോട്ട് ഇടും. പിന്നെ വെള്ളം വാരുന്ന അങ്ങനെ പോയിക്കോളും. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചോറൂറ്റലും കാര്യങ്ങളൊക്കെ കഴിയും. ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ അരപ്പും ഇട്ട് കഴിഞ്ഞിട്ട് ആ പരിപ്പ് വേവിച്ചതും ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പടവലങ്ങ പരിപ്പ് തേങ്ങ അരച്ചത് റെഡിയാണ്. അപ്പോൾ അത് വേഗം ആക്കണുണ്ട്. പാലൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് വേഗം ഒരു കട്ടൻ ചെയ്യാന്ന് ഓർത്തിട്ട് കട്ടൻ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടൻ അപ്പുറത്ത് ആകുമ്പോഴേക്കും ഇപ്പുറത്ത് നമ്മൾക്ക് കടുക് പൊട്ടിച്ച് പരിപ്പറിയൊക്കെ വേഗം ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സമയം അധികമൊന്നുമില്ല, വേഗം പോകാനുള്ള സമയമാവണ്. വേഗം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഒന്ന് അരിച്ച് അതെടുക്കണം. പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നോളട്ടെ. 2 പേര് ഇന്നലെ ഇടിവെട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുറിയിൽ കയറി കിടക്കുന്നതാണ്. താഴെ ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരും. അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ചോറല്ല കാലത്തെ പൂട്ടും ഇതൊക്കെ ചായ എല്ലാം തന്നെ അവരെടുത്ത് കഴിച്ചോളും. ചേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ് അത് ഈ പരിപ്പ് പടവലങ്ങ അരച്ചറിയുക. എനിക്കാണെങ്കിൽ കണ്ണിന് നേരെ കണ്ടുകൂടാ. പിന്നെ അയാൾക്ക് ഇഷ്ടമല്ലെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സ്ലാബുമൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം. നമുക്ക് സ്ഥലമില്ല അധികം എടുത്ത് വെക്കാനൊക്കെ ഒന്ന് തട്ടിക്കൂട്ട് ചെയ്തേക്കണം ഒരു അടുക്കളയല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണമായിട്ട് തെറ്റിദ്ധരിക്കരുത്. മുടി കെട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് തോന്നണല്ലേ. മുടി വെട്ടി കഴിഞ്ഞിട്ട് അന്നാ സെറ്റ് ചെയ്തിട്ട് തന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാവർക്കും പോയിട്ടാ ആ സ്ട്രെയിറ്റ് ചെയ്ത് ചൂടാക്കിയൊക്കെ നമുക്കിങ്ങനെ വലിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴാണല്ലോ സെറ്റ് ചെയ്ത് സംഭവമൊക്കെ ഇടുന്ന. കുറേ പേരൊക്കെ ഭയങ്കര ഇഷ്ടമായി, കുറേ പേരൊക്കെ നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം വന്നിട്ടാ. ഇങ്ങനെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു വീഡിയോ റീലൊക്കെ ചെയ്യണമെന്ന് ഓർത്ത പോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 8:30 മണിയായി. 8:30 മണിയായപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് ഉച്ചക്ക് ചോറെടുത്ത് കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ജോലിക്ക് പോണ വഴിയേ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. പുതിയൊരു ന്യൂസ് ഉണ്ട്, ഒരു സന്തോഷം നിങ്ങളായിട്ട് പറയാനുണ്ട്. അപ്പം അത് ഞാനിനി പോണ വഴിയേ നമുക്ക് വീഡിയോ പോണ വഴിയേ പറയാം. സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഞാൻ പറയാൻ പോണ സന്തോഷം എന്താണെന്നുള്ളതൊന്ന് ലാസ്റ്റ് വരെ ഇരുന്നിട്ട് കാണണം എല്ലാവരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ.
കുറെ നേരമായി സന്തോഷം സന്തോഷം ഒന്നും പറഞ്ഞോണ്ട് ഫസ്റ്റ് വീഡിയോ തുടങ്ങി അപ്പൊ തുടങ്ങി ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. കുറെ പേരൊക്കെ അങ്ങനെ എന്നെ ഓർത്ത് പ്രാഗനുണ്ടാവും. ക്ഷമിക്ക്, ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പറയാൻ വിശേഷം എന്താണെന്ന്. അതിപ്പോ ഫ്രോക്ക് പോലിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ട, ആ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ വയറിന്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാവരുടെയും ചോദ്യങ്ങൾ ഭയന്ന് 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 ഈ ഡ്രസ്സ് കണ്ടപ്പോ വാങ്ങിച്ചാണ്. അതാകുമ്പോ വയറങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കൂല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രോക്ക് എടുത്തത്. സംഭവം അടിപൊളിയാണ് ട്ടോ. അപ്പൊ എന്റെ വയറൊക്കെ നല്ല ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്. ചോദ്യം കുറച്ച് ദിവസത്തൊക്കെ ഒന്നും ഉണ്ടാവൂലല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ വേഗം മുടിയൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കണം. കാരണം വലിയ അലങ്കാരപ്പണികളൊന്നുമില്ല, മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഞാൻ പോവുകയാണ്, നനഞ്ഞ് കുതിർന്നിരിക്കണം. വാതിലൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങേണ്ട. ഇനി പനിച്ചേട്ടൻ എന്നെ കൊണ്ടുവന്ന് പതിവ് പോലെ ഞാൻ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ആക്കി തന്നെ നമ്മളൊരു ബസ്സൊക്കെ കയറി പറഞ്ഞ നേരം കൊണ്ട് നമ്മളെത്തി. അപ്പൊ സ്ഥലവും ഇതൊക്കെ നമ്മുടെ സ്ഥിരം വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ പോണ വഴികളല്ല, ഞാൻ പോയ സ്ഥലങ്ങളല്ല, ഇതൊക്കെ പുതിയതായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നണം. ഇതന്നെയാണ് ഞാൻ പറയാന്ന് പറഞ്ഞോണ്ട് കാലത്തൊടങ്ങിയേ പറഞ്ഞോണ്ടിരുന്ന വെച്ചാൽ എന്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഈ ഒരു കാണണം, ഈ ഒരു സ്ഥലം ഉണ്ടാ. അപ്പൊ കണ്ടല്ല, എല്ലാവരോടും ഈ ഒരു സന്തോഷമാണ് പറയാന്ന് ഓർത്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞത്, സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞത്. ഞാൻ നമുക്ക് ട്രാവലിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറും കാര്യങ്ങളായി, ഒട്ടും ജോലിക്ക് പോകണ്ടെന്നുള്ളൊരു കണ്ടീഷനിലോട്ടൊക്കെ കാര്യങ്ങൾ വന്ന്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു പൊസിഷനിൽ, ഞാൻ ആഗ്രഹിച്ചൊരു പോയിന്റിലോട്ട് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എഫർട്ടൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൂരോട്ട് പോകണ്ട, അരികത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പോയിക്കോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു സ്ഥലത്ത് ജോലി കിട്ടി. ഇവിടെ അത്യാവശ്യം വലിയ വർക്കുകൾ ചെയ്യണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്നാലേ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് നല്ലൊരു ജോലി സെറ്റായി, അതും വീടിനരികത്ത് തന്നെ പുതിയ സ്ഥലത്ത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജോലിയുടെ കുറച്ച് തിരക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ വീഡിയോ ഡിലേ ഒക്കെ ആയത്. വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ ഞാൻ ശരിയാവില്ല, എനിക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ ഞാൻ പണികളൊക്കെ ആരംഭിക്കട്ടെ കേട്ടോ. വൈകിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ ബാക്കി പറയാം, കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ. ഒരാൾ കൂടി ഉണ്ട്, സ്റ്റാഫ് വന്നിട്ടില്ല. ആളുകൂടി വന്നേ ആളെ കൂടി പരിചയപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം. പറഞ്ഞ് നിക്കാലെ തന്നെ അടുത്ത ആളും വന്നിട്ട്, അപ്പൊ ആളും വന്നത് ആളൊന്ന് പരിചയപ്പെടുത്താന്ന് ഓർത്തിട്ട് ആൾക്ക് മുഖം അധികം കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം ഇങ്ങനെ വ്യക്തമായിട്ട് കാണിക്കണില്ല കേട്ടോ. അപ്പൊ ഹാപ്പി ന്യൂസൊക്കെ എല്ലാവരും അറിഞ്ഞില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു എനിക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തെത്തും. ആദ്യം നടക്കാനൊന്നുമില്ല, നമുക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മളുടെ ഈ ഓഫീസിലോട്ടാണ്. അപ്പം എല്ലാം കൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞ് വന്ന് നോക്കി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം. നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് പെൻഡിങ്ങിൽ ഇട്ടുകൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ വൈകുന്നേരം വന്നിട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതും വൈകിട്ട് ചെയ്ത് തരുമ്പോൾ ഹെവി കാര്യങ്ങൾ കൂടുതലാണ് ഇപ്പോൾ ഡ്യൂട്ടി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത്. പറ്റണ പോലെയൊക്കെ ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരും. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ മീൻ കറി വെക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.